ശബരിമലയിലെ സ്വർണ്ണപ്പാളി അടിയന്തരമായി തിരികെ എത്തിക്കേണ്ടെന്ന് ഹൈക്കോടതി. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഹാജരാക്കാൻ ദേവസ്വം ബോർഡിന് നിർദ്ദേശമുണ്ട്. ഷബ്ന സിയാദ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഷബ്ന, പറയാം. ബിനിൽ, ഈ സ്വർണ്ണപ്പാളി ഇളക്കി അറ്റകുറ്റപ്പണികൾക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇപ്പോഴേതായാലും ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ കോടതി പറയുന്നത് ഈ സ്വർണ്ണപ്പാളി തിരികെ എത്തിക്കേണ്ട എന്നതല്ല, ഇപ്പോൾ അതായത് ഈ അടിയന്തരമായി തിരികെ എത്തിക്കേണ്ട എന്ന് മാത്രമാണ്. അതോടൊപ്പം തന്നെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ഉടൻ കസ്റ്റഡിയിലെടുക്കാൻ ചീഫ് വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിയുടെ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ, സ്മാർട്ട് ക്രിയേഷൻസ് എന്നിവരെ കേസിൽ കക്ഷി ചേർക്കാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രേഖകൾ എത്രയും വേഗം ഹാജരാക്കാനാണ് നിർദ്ദേശം. സ്വർണ്ണപ്പാളി ഏതായാലും ചെന്നൈയിലാണ് എന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പെട്ടെന്ന് തന്നെ എത്തിക്കേണ്ടതില്ല എന്ന ഒരു നിർദ്ദേശം കോടതി മുന്നോട്ട് വെക്കുന്നു. ശ്രീകോവിലിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട മാസ്റ്റർ രേഖകൾ എല്ലാം തന്നെ ഹാജരാക്കാനാണ് കോടതി നിർദ്ദേശം നൽകിയത്. എത്ര സ്വർണം മുമ്പ് ഉണ്ടായിരുന്നു എന്നതടക്കം പരിശോധിക്കണം എന്നും ചീഫ് വിജിലൻസ് ഓഫീസറോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഈ അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് സ്വർണ്ണപ്പാളി ഇളക്കി കൊണ്ടുപോയതിൽ വലിയ വിമർശനം ദേവസ്വം ബെഞ്ചിന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായി. കാരണം കോടതി ഉത്തരവോ അതോടൊപ്പം തന്നെ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതിയോ ഇല്ലാതെയാണ് ഇത്തരത്തിൽ സ്വർണ്ണപ്പാളി ഇളക്കിയത് എന്നതായിരുന്നു കോടതിയുടെ വിമർശനം. ഈ ഒരു സാഹചര്യത്തിൽ സ്വർണ്ണപ്പാളി എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാൻ ഇന്നലെ നിർദ്ദേശിച്ചിരുന്നു. ഇതിനെതിരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. പുനഃപരിശോധനാ ഹർജി നൽകുകയും പുനഃപരിശോധനാ ഹർജിയിൽ ആവശ്യപ്പെട്ടത് അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അടിയന്തരമായി എത്തിക്കൽ പ്രായോഗികമല്ല എന്ന കാര്യമാണ്. അതാണ് കോടതി ഏതായാലും ഇപ്പോൾ അടിയന്തരമായി എത്തിക്കേണ്ടതില്ല, പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും പിടിച്ചെടുക്കാനും മുഴുവൻ രേഖകളും ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു.